അതിനിടയ്ക്ക് ഒരു വാർത്ത വരുന്നുണ്ട്. നേരത്തെ തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ ശ്രീസുകുമാർ റിപ്പോർട്ട് ചെയ്ത വാർത്തയായിരുന്നു അത്. അവിടെ ഒരു ചെറിയ സംഘർഷാവസ്ഥ അവിടെ ഉണ്ടായിരുന്നു. അത് എന്തായിരുന്നു? അത് മണലൂർ മണ്ഡലത്തിലെ വാടാനപ്പള്ളിയിൽ കിറ്റ് വിതരണത്തെ ചൊല്ലിയുള്ള സംഘർഷാവസ്ഥയായിരുന്നു. അവിടെ BJP പ്രവർത്തകരുടെ കിറ്റ് വിതരണം UDF LDF തടഞ്ഞു. ഇപ്പോഴും അവിടെ ആൾക്കാർ തടിച്ചുകൂടി നിൽക്കണം. നമുക്ക് അതിലേക്കൊന്ന് പോയിട്ട് പെട്ടെന്ന് താലൂരിലേക്ക് തിരിച്ചു വരണം. നമുക്ക് അവിടെ ശ്രീകുമാരാണ് ചെയ്തത്. ശ്രീത്ത്, അവിടെ സംഘർഷാവസ്ഥ ഇപ്പോഴും തുടരുന്നുണ്ടോ? എന്താണ് ഇപ്പോൾ നിലവിലെ അവസ്ഥ? ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നടൻ ദേവനടക്കമുള്ള BJP നേതാവാണ് നടൻ ദേവൻ. ഇപ്പോൾ ദേവനടക്കമുള്ള ആളുകൾ ഈ മേഖലയിൽ ഉണ്ട്, ഈ വീടിനകത്തുണ്ട് എന്നാണ് പറയുന്നത്. BJP പ്രവർത്തകർ പറയുന്നത് ഒരു കുടുംബയോഗത്തിൽ പങ്കെടുക്കാൻ ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഗോഡൌണിന്റെ പരിസരത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഒരു BJP OBC മോർച്ച നേതാവിന്റെ വീടാണ് ഈ വീട്. സുജയ് സേനന്റെ ഒക്കെ പ്രദേശമാണത്. BJPയുടെ പ്രധാനപ്പെട്ട നേതാവാണ് സുജയ് സേനൻ. എന്തായാലും TN പ്രതാപൻ ഇവിടെ തന്നെ തുടരുകയാണ്. ദേവനെ അടക്കം പുറത്തേക്ക് വിടാൻ സമ്മതിച്ചിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം അതിനകത്ത് തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ റിട്ടേണിംഗ് ഓഫീസർ, മണലൂർ മണ്ഡലം റിട്ടേണിംഗ് ഓഫീസർ ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഈ വാഹനമടക്കം എല്ലാ മേഖലയിലും പരിശോധന നടത്തുകയാണ്. ഇപ്പോൾ BJP പ്രവർത്തകർ TN പ്രതാപന് നേരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ കിറ്റുകൾ തയ്യാറാക്കിയത് തങ്ങൾക്കറിയില്ല, അതൊരു കാര്യമില്ല എന്നാണ് അവർ പറയുന്നത്. എന്തായാലും BJP പ്രവർത്തകർ TN പ്രതാപനെ കൂടി വിളിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഈ മണലൂർ മണ്ഡലത്തിൽ നിന്ന് ഈ പ്രദേശത്ത് വാടാനപ്പള്ളി മേഖലയിൽ നിന്ന്. അതാണ് ആ ഗോഡൌൺ ആണ് ഇവിടുത്തെ കൊടുങ്ങല്ലൂർ DYSP പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള സംഘവും റിട്ടേണിംഗ് ഓഫീസറും ചേർന്ന് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഗോഡൌൺ ആണത്. അത് അരി ഗോഡൌൺ ആണെന്നാണ് പറയുന്നത്. ഇവിടെ നിന്ന് കാറുകളിലും മറ്റു വാഹനങ്ങളിലുമായി BJP പ്രവർത്തകർ ഈ മണ്ഡലത്തിലേക്ക് 15,000 കിറ്റുകൾ വിതരണം ചെയ്യുന്നു എന്ന പരാതിയാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. പക്ഷേ അത് വെറും വ്യാജ പരാതിയാണ് എന്നാണ് BJP നേതാക്കളുടെ ഒരു അവകാശവാദം. BJP നേതാക്കൾ കാര്യമായ രീതിയിൽ തന്നെ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. കാരണം അവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തകന്റെ ഒക്കെ പ്രദേശമാണ്. ആ മേഖലയിലാണ് നടൻ ദേവൻ അടക്കം എത്തിയിട്ടുള്ളത്. അവരെ അടക്കം പുറത്തേക്ക് വിടുന്നില്ല എന്ന പരാതിയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ അട്ടിമറിക്കാനുള്ള ഒരു നീക്കമാണെന്ന് കോൺഗ്രസും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മന്ദീഭവിപ്പിക്കാൻ കോൺഗ്രസ് പരാജയ ഭീതി കൊണ്ട് ശ്രമിക്കുകയാണെന്ന് BJPയും ആരോപിക്കുന്നുണ്ട്. LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ് അടക്കം ഈ പ്രദേശത്തേക്ക് എത്തിയിരുന്നു. അദ്ദേഹം അല്പസമയം മുൻപ് മാധ്യമപ്രവർത്തകരെ കണ്ട ശേഷം പിന്നീട് ഇവിടെ നിന്ന് മടങ്ങിപ്പോയി. കാരണം ഇത്തരത്തിലൊരു കുരുക്കിലേക്ക് നിൽക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല. റിട്ടേണിംഗ് ഓഫീസർ കൃത്യമായ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കും. ശക്തമായ പ്രതിഷേധം എല്ലാ മേഖലകളിലും ഉയർന്നു വരും. അത് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ ഭാഗമാക്കി മാറ്റുമെന്നാണ് പ്രൊഫസർ C രവീന്ദ്രനാഥ് അല്പസമയം മുൻപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഇപ്പോൾ ഇത് ഗോഡൌണിന്റെ പോലീസ് ഉടമയെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള പ്രതിഷേധം ഒരു ഭാഗത്ത്. TN പ്രതാപൻ എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊക്കെ താൽക്കാലികമായ ഒരു ഗ്യാപ്പ് നൽകിക്കൊണ്ട് അദ്ദേഹം ഇവിടെ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അദ്ദേഹത്തിന് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നാണ് TN പ്രതാപൻ പറയുന്നത്. TN പ്രതാപൻ പുറത്തേക്ക് പോകില്ല, ഈ ഒരു തീരുമാനമെടുക്കാതെ അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് പോകില്ല എന്ന് പറയുന്നു. BJP പ്രവർത്തകർ പറയുന്നത് വ്യാജമായ നാടകമാണ് കളിക്കുന്നത്, തങ്ങൾക്ക് യാതൊരു പങ്കുമില്ല ഇതിലെന്നാണ്. ചേട്ടാ, ഇപ്പോഴും അകത്ത് നേതാക്കളും ദേവനടക്കമുള്ള ആളുകളുണ്ടെന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ നേതാക്കളായ ദേവൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. യാതൊരു വിധത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അടിസ്ഥാനരഹിതമാണ്, തീർത്തും അടിസ്ഥാനരഹിതമാണ്. എന്തായാലും അല്പസമയത്തിനകം അത് അനുകൂലമായിട്ട് നമ്മൾ ആള് പുറത്തേക്ക് വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കും. തീർച്ചയായും അതാണ് പറയുന്നത്. നേതാക്കൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് പോകില്ല, അവർ വരാതെ പുറത്തേക്ക് പോകില്ല എന്ന നിലപാട് ആവർത്തിക്കുകയാണ്. എന്നാലും പ്രതിഷേധം തുടരുന്നുണ്ട്. കനത്ത പോലീസ് സന്നാഹം ഈ മേഖലയിലും ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.